നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറിന്റെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഈ നമ്മുടെ കൗമുദി ടിവിയുടെ സ്റ്റുഡിയോ ഇരിക്കുന്നത് നമ്മൾ ഇന്നിതും സംസാരിക്കുന്നതെല്ലാം തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്തുകൊണ്ട് തിരുവനന്തപുരം ആയിക്കൂടെ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. അതെ, അത് മാത്രമല്ല തിരുവനന്തപുരം ആകാൻ നമ്മുടെ കൗമുദി ടിവിയുടെയാണ്. അത് മാത്രമല്ല തിരുവനന്തപുരം ഈ അടുത്ത കാലത്ത് ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലയെ കുറിച്ച് സംസാരിക്കാനായിട്ട് വിശേഷങ്ങൾ കൂടുതലുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇത്തവണ ലോക ശ്രദ്ധയിലേക്ക് എത്തിയത് അല്ലേ. ആദ്യമായിട്ട് അയാട്ട കോഡിംഗ് എന്നുള്ള ഒരു സംവിധാനം നടപ്പാക്കിയ ലോകത്തെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുള്ള ഖ്യാതിയാണ് ഇത്തവണ തിരുവനന്തപുരം എയർപോർട്ടിനെ തേടിയെത്തിയിട്ടുള്ളത്. ലോകത്തെ എല്ലാ എയർപോർട്ട്സിനും അയാട്ട കോഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തെ എല്ലാ എയർപോർട്ട്സിനും ഇപ്പോൾ നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് ബോംബെയിലേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം ബോംബെ എന്ന് അടിക്കുമ്പോൾ ഒരു 3 അക്ഷരമുള്ള കോഡ് പോപ്പുലേറ്റ് ആയി വരും. അപ്പം ഈ 3 അക്ഷരം ശരിക്കും ഈ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തിന്റെ അയാട്ട കോഡ് എന്താണെന്ന് പറഞ്ഞാൽ TRV എന്നുള്ളത്. അതെ, അപ്പോൾ ഈ കോഡിംഗ് ആദ്യമായി ചേർന്നത് ലോസ് ആഞ്ചലസിലാണ്. അത് രണ്ടാമത് അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത് നമ്മൾ തിരുവനന്തപുരത്തുള്ളവരാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 1935 മുതൽ നമുക്കൊരു ട്രെയിൻഡ് റോയൽ എയർ ആയിട്ട് അന്നത്തെ കേണൽ GV രാജ എന്ന ഗോദവർമ്മ രാജ, അദ്ദേഹം ഒരു ട്രെയിൻഡ് പൈലറ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഐഡിയയിൽ ഉദിച്ചതാണ് 1933-ൽ 32-ലോ ട്രിവാൻഡ്രത്തിന് വേണം ഒരു എയർപോർട്ട് എന്നുള്ളതും 35-ൽ നമ്മുടെ ട്രാവൻകൂറിലേക്ക് ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതിന്റെ കഥ നമ്മൾ പറയാം, കാത്തിരിക്കുക ആദ്യ സെഗ്മെന്റിന് ശേഷം. നമസ്കാരം, ഞാൻ ലിഖിത. കൊച്ചിയിൽ കടവന്ത്രയിൽ KP വള്ളം റോഡിൽ ദ നീഡിൽ ക്രാഫ്റ്റ് എന്ന ഷോപ്പ് നടത്തുന്നു. ഇത് എൻ്റെ ഒരു ബൊട്ടീക്കാണ്. ഇവിടെ ഡിസൈനർ കോസ്റ്റ്യൂംസ്, അതുപോലെ മിറർ വർക്ക്സ്, ബീഡ്സ് വർക്ക്, അത് ഡിസൈനർ കുർത്തീസ്, അങ്ങനെയുള്ള പല പല ഡിസൈനിങ് വർക്ക്സാണ് ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു 1 year ആയി ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട്. സെപ്റ്റംബറിൽ 1 year ആവും. എൻ്റെ സ്റ്റിച്ചിങ് യൂണിറ്റ് എല്ലാം മനോരമ ജംഗ്ഷനിലും, ഷോപ്പ് KP വള്ളം റോഡിലുമാണ്. ഞാൻ ബേസിക്കലി ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ചിന്തിച്ചത്, ശരിക്കും പറഞ്ഞാൽ ഹാർഡ് കോർ വർക്ക്, നമ്മൾ പ്രൈവറ്റ് ഫേമിൽ ഒരു ഹാർഡ് കോർ വർക്ക് ചെയ്താൽ അതിന് എൻഡ് ഓഫ് ദ ഡേ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഒട്ടുമിക്ക ലേഡീസിനുള്ള പാഷൻ ഈ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഡ്രസ്സ്, എനിക്കും അതിനൊക്കെ ഒരു ക്രേസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഫീൽഡിൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നത്. കുഴപ്പമില്ലാതെ ബിസിനസ്സും കാര്യങ്ങളും പോകുന്നുണ്ട്. അതുപോലെ കുറച്ച് നല്ല കസ്റ്റമേഴ്സും എനിക്കിവിടെ ഉണ്ട്. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഡിസൈനർ കോസ്റ്റ്യൂംസിലാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് റീസണബിൾ റേറ്റിന് ക്വാളിറ്റി ഡ്രസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഞാൻ നോക്കാറുള്ളത്. ഒരു കസ്റ്റമർ വന്നാൽ ഏത് ബഡ്ജറ്റ് ചെയ്ത് കോസ്റ്റ്യൂം നൽകുക, അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഞാൻ ചിന്തിച്ചത് എനിക്ക് ഓണായിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, എൻ്റെ അണ്ടറിൽ കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുക. ഇതാണ് ഞാൻ ശരിക്കും ഈ ഒരു ഫീൽഡിൽ വരാൻ ചിന്തിച്ചതും. എനിക്ക് താഴെ ഒരു 4-5 പേർക്ക് ലേഡീസിന് ജോലി കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഹാപ്പിയാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്കിതിൽ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ്, ഞാൻ ഒരു വർഷമായി തുടങ്ങിയിട്ട് കുറച്ച് നല്ല കസ്റ്റമേഴ്സും ഞാനിപ്പോൾ ഓൺലൈനും ചെയ്യുന്നുണ്ട്. എൻ്റെ ഓൺലൈൻ ഫേസ്ബുക്ക് പേജ് ദ നീഡിൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ പേജ് വഴി ഞാൻ ഓൺലൈനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കസ്റ്റമേഴ്സ് ഒപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫീൽഡിൽ ഹാപ്പിയാണ്. വരുന്ന കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുള്ളത്. മാക്സിമം ക്വാളിറ്റി, റീസണബിൾ റേറ്റ്,
എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇവിടെ ഈ ബൊട്ടീക്ക് എന്ന് പറയുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് നിറയാണ്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എക്സ്പെഷ്യലി ബഡ്ജറ്റ് വൈസ് ചെയ്യുന്നതിലാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എല്ലാം ബഡ്ജറ്റ് നമ്മൾ ഡിസൈനർ കോസ്റ്റ്യൂംസ് ആകുമ്പോൾ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. സാധാരണയിൽ നിന്ന് കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയുണ്ട്. ഞാൻ ചിന്തിക്കുന്ന അതല്ല. ഒരിപ്പോൾ വെഡ്ഡിങ് കോസ്റ്റ്യൂം ചെയ്യുമ്പോഴായാലും സാധാരണക്കാരനും മറ്റുള്ളവരെ പോലെ എങ്ങനെ വേറെ ചെയ്യാൻ പറ്റും, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. അതിൽ ഞാൻ മാക്സിമം കുഴപ്പമില്ലാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ സെപ്റ്റംബർ വരുമ്പോൾ 1 ഇയർ ആണ് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യണേ. എനിക്ക് ഈ ഫീൽഡിലേക്ക് വരുമ്പം തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരുപോലെ ഒരു ഫിയർ ഉണ്ടായിരുന്നു. കാരണം ഒരു ജോലിയിൽ നിന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഫീൽഡ് അല്ലെങ്കിൽ ഞാനിത് ഡിസൈനിങ് പഠിക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും എനിക്ക് അറിയണ്ടായില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഒരു കോൺഫിഡൻസ്, എനിക്കിതിൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പാഷനും കൊണ്ടിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. എൻ്റെ കുറച്ച് നല്ല റെഗുലർ കസ്റ്റമേഴ്സ്, അവരെ എനിക്ക് ഒരിക്കലും ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. ഓരോ ഒക്കേഷനിലും അവരുടെ ഒരു കോസ്റ്റ്യൂം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് അവർ അത് വെയർ ചെയ്ത് ഹാപ്പിയായി കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കരമാണ് എനിക്കിപ്പോൾ. ഞാനത് ശരിക്കും എന്താ പറയുക, എൻജോയ് ചെയ്യണമെന്ന് തന്നെ പറയാം. ഓരോ കസ്റ്റമറുടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ഫേസിൽ അത് ഫിറ്റായി അവർ ഇട്ട് വെയർ ചെയ്ത് കാണുമ്പോൾ ആ കിട്ടുന്ന സന്തോഷം എനിക്ക് ഭയങ്കരമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണ്ടായിരുന്നു. അവരെയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാനും. അവരൊക്കെ ഞാൻ ഈ മൊമെൻറ്റിൽ ഓർക്കുകയാണ്. എനിക്ക് ഈ ഫീൽഡിൽ എനിക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നം മെയിൻലി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഡിസൈനിങ് ഇറങ്ങുമ്പോൾ ഈ ലേബേഴ്സിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. കാരണം ഇന്ന് സ്റ്റിച്ചിങ്ങിന് ഉണ്ടാവുന്ന ആൾ നാളെ ഉണ്ടാവണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ആ സമയം നമ്മൾ കുറച്ച് വർക്കുകളെല്ലാം നിൽക്കുന്നുണ്ടാവും. അത് ഓൺ ടൈമിന് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നത് 100% കമ്മിറ്റഡ് ആയിരിക്കണം ഈ ഒരു ഫീൽഡിൽ. എനിക്ക് മനസ്സിലായത്തോളം നമ്മൾ ഇന്ന് ഒരു ഡ്രസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഇന്നലെ കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ അത്രയും ഹാപ്പിയാണ്. കാരണം റെഗുലർലി ഇവർ വിളിച്ചുകൊണ്ടിരിക്കണം. ഈ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതവർ കാണാൻ വേണ്ടിയിട്ട് റെഡിയായോ എന്നുള്ളൊരു ഇതിൽ വിളിക്കുന്നുണ്ടാവും. ആ സമയത്ത് എനിക്ക് കറക്റ്റ് ടൈമിന് ഡെലിവറി, അതിന് മസ്റ്റായിട്ട് ലേബേഴ്സിൻ്റെ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ തുടങ്ങുന്ന സമയത്ത്. ഇന്ന് ഉണ്ടാവുന്നവർ നാളെ ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് പേര്. പക്ഷേ ഇപ്പോൾ റെഗുലർലി എനിക്ക് കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലേബർ പ്രോബ്ലം പിന്നെ ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്തത് എനിക്ക് പർച്ചേസിൻ്റെ ടൈമിന് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായില്ല. പർച്ചേസിൻ്റെ ടൈമിന് എനിക്കൊരു കുറച്ച് മിസ്റ്റേക്സുകളും ആ സമയത്ത് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അതെല്ലാം റെക്ടിഫൈ ചെയ്യുന്നു വിശ്വസിക്കണം. ഇപ്പം പർച്ചേസിനായാലും എന്ത് കാര്യത്തിനായാലും ഒറ്റയ്ക്ക് പോകാൻ ഞാൻ കേപ്പബിൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കണം. കാരണം അതിന് കുറച്ച് പേര് എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ സെലക്ഷൻസിൻ്റെ ആയാലും ഒരു ആൾക്കാരെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഉള്ള മെറ്റീരിയൽ സെലക്ഷൻ ആയാലും ക്വാളിറ്റിയിലായാലും അതുപോലെ ബഡ്ജറ്റൈസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനായാലും ഞാനിപ്പോൾ ഒരുവിധം 100% കേപ്പബിൾ ആയി എന്ന് ഞാനല്ല, ഒരു വിധം ഞാൻ കേപ്പബിൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഗുലർലി ഇപ്പം ഡെയിലി നമുക്കൊരു ഫാഷൻ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ റെഗുലർ ഡിസൈനിങ് അതെല്ലാം ആൾക്കാരുടെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരുന്ന കസ്റ്റമറിൻ്റെ ടേസ്റ്റ് ഒന്നായിരിക്കും, പിന്നെ നാളെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചിലർക്ക് ബ്രൈറ്റ് കളറായിരിക്കും ഇഷ്ടമാവുക, ചിലർക്ക് ലൈറ്റ് കളറായിരിക്കും, ചിലർക്ക് ഹെവി ഡിസൈനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക, ചിലർക്ക് ലൈറ്റ് ഡിസൈനാണ്. അതൊക്കെ ഞാൻ തുടക്കത്തിൻ്റെ സ്റ്റേജിൽ ആൾക്കാരോട് അതൊക്കെ ഒന്ന് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം തന്നെയായിരുന്നു എനിക്ക് തുടങ്ങുന്ന സമയത്ത് ആ ടേസ്റ്റ് അറിഞ്ഞു വരാൻ. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി ഒരു പ്രാവശ്യം നമ്മൾ കോസ്റ്റ്യൂം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഞാൻ കുഴപ്പമില്ലാതെ കസ്റ്റമറുടെ ടേസ്റ്റ് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഓൺ ടൈം ഡെലിവറി, അതുമാണ് ഞാൻ മാക്സിമം ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ. അതിലുപരി ഞാൻ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ക്വാളിറ്റി മെറ്റീരിയൽ ബഡ്ജറ്റ് ചെയ്തിട്ട്. ഇപ്പം എല്ലാവർക്കും ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഒരു ബൊട്ടീക്കെന്ന് ചിന്തിക്കുമ്പോൾ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ചിലർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബൊട്ടീക്കെന്ന് കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരാൻ. കാരണം പ്രശ്നം എന്ന് പറഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആദ്യം വലിയ ബഡ്ജറ്റുള്ള ഡ്രസ്സ് ഇവർ റെഗുലർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ബഡ്ജറ്റ് ഉണ്ടാവും, ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെയുള്ള ഡ്രസ്സേ എടുക്കാൻ പറ്റുള്ളൂ, അതിന് നല്ലൊരു ഇപ്പോഴത്തെ ട്രെൻഡ് കിട്ടുക എന്നുള്ളത് മെയിൻലി കോളേജ് സ്റ്റുഡൻസിനുള്ള ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയും കൂടിയാണ്. എൻ്റെ അച്ഛൻ ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചതാണ്. അതിനുശേഷം എനിക്ക് എൻ്റെ അമ്മയായിരുന്നു എല്ലാം. എല്ലാവർക്കും ഈ പറയുന്ന പോലെ ടെൻഷനായിരുന്നു, ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ സക്സസ് ആവുമോ. എല്ലാ പാരൻസും പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ വീട്ടുകാരും. കാരണം നിൻ്റെ ഇഷ്ടം,
അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക എങ്ങനെ ഉണ്ടാവും അതവർക്ക് ഭയങ്കര ടെൻഷൻ ഉള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ഒരു 6 മാസം ഞാൻ ടൈം പറഞ്ഞു, 6 മാസം ഞാൻ ചെയ്ത് നോക്കട്ടെ, അതിനുശേഷം പിന്നെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഫാമിലി ഹാപ്പിയാണ്. ഈ രംഗത്തേക്ക് വരുന്ന പുതിയ തലമുറ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എനിക്ക് പറയാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഈസ് ചെയ്ത് ക്വാളിറ്റി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ സക്സസ് തന്നെ ഉണ്ടാവുള്ളൂ. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാനത് വിശ്വസിക്കുന്നു.